കേരളത്തിൽ വോട്ടർ പട്ടിക തീവ്ര പരിഷ്കരണത്തിനുള്ള വിവരശേഖരണം ആരംഭിച്ചു. BLOമാർ വോട്ടർമാരുടെ വീടുകളിലെത്തി എന്യൂമറേഷൻ ഫോം നൽകി തുടങ്ങി. തിരുവനന്തപുരം കരമന 112 BLO ഫോറം നൽകുകയാണ്. MS വീണ തയ്യാറാക്കി റിപ്പോർട്ട് കാണാം. തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിനുള്ള വിവരശേഖരണ നടപടികൾ ആരംഭിച്ചിരിക്കുകയാണ്. ഇപ്പോൾ തിരുവനന്തപുരം കരമനയിലെ ഭാഗത്താണ് ഇത്തരത്തിലുള്ള നടപടികൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. BLOമാർ ഇതുപോലെ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ വീടുകളിൽ നേരിട്ടെത്തി ഫോറം എന്യൂമറേഷൻ ഫോറം നൽകുകയാണ്. വോട്ടർ പട്ടികയിൽ മുന്നത്തെ വോട്ടർ പട്ടികയിൽ പേരുള്ളവരുടെ ലിസ്റ്റുകളാണ് ഈ ഫോറമാണ് നൽകുന്നത്. ഒരു വീട്ടിൽ ഒരാൾക്ക് 2 ഫോറമാണ് നൽകുന്നത്. ഇത്തരത്തിൽ ഈ ഫോറം പൂരിപ്പിച്ച് നമുക്ക് BLOയെ തന്നെ ഏൽപ്പിക്കാൻ സാധിക്കും. ഇന്നു മുതലാണ് ഇത്തരത്തിൽ നടപടി ആരംഭിച്ചിരിക്കുന്നത്. BLOമാർ വീടുകളിൽ നേരിട്ടെത്തിയാണ് ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഓരോ ലിസ്റ്റ് അനുസരിച്ച് വോട്ടർ പട്ടിക ലിസ്റ്റ് അനുസരിച്ച് ഇത്തരത്തിലുള്ളൊരു ഫോറം കാണും. ആ ഫോറത്തിൽ കൃത്യമായിട്ടുള്ള വിവരങ്ങൾ പൂരിപ്പിക്കുവാനുള്ളൊരു ഭാഗം കാണും. ആ ഭാഗത്ത് വീട്ടുകാർക്ക് പൂരിപ്പിക്കാൻ പറ്റിയില്ലെങ്കിൽ, വോട്ടർമാർക്ക് പൂരിപ്പിക്കാൻ കഴിയില്ലെങ്കിൽ കൃത്യമായിട്ട് അത് പൂരിപ്പിക്കുന്നത് BLOമാർ തന്നെയായിരിക്കും. അപ്പം ഇവിടുത്തെ പേര് രഘുനാഥൻ നായർ, വിജയമ്മ. ഈ ഫോം നിങ്ങൾ ഫില്ല് ചെയ്ത് വെച്ചേക്കോ, അറിയാവുന്ന കാര്യങ്ങൾ അങ്ങ് ഫില്ല് ചെയ്ത് വെച്ചേക്കൂ, ബാക്കി ഞാൻ ഫില്ല് ചെയ്തോളാം. ഇത് ഫോം ഫില്ല് ചെയ്തിട്ട് എനിക്ക് തന്നാൽ മതിയാവും. ഫോമിൽ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ അത് അവിടെ വെച്ചിരുന്നാൽ മതി. ഇത്തരത്തിൽ വീടുകളിൽ നേരിട്ടെത്തിയാണ് ഈ ഫോറം ഫില്ല് ചെയ്യുന്നത്. ഇപ്പോൾ BLO നമ്മോടൊപ്പം ചേരുകയാണ്. പല വീടുകളിൽ എത്തുമ്പോൾ ഇന്നിപ്പോൾ ആരംഭിച്ചിരിക്കുകയാണല്ലോ, എന്താണ് പൊതുവെ ആൾക്കാരിൽ നിന്ന് കിട്ടുന്ന ഒരു പ്രതികരണം? ഫോമിൽ അവരുടെ ഡേറ്റ് ഓഫ് ബർത്ത്, അവരുടെ അച്ഛൻ്റെ അമ്മയുടെ പേര്, ഇപ്പോഴത്തെ നിലവിലെ ആധാർ നമ്പർ ഉണ്ടെങ്കിൽ അത് ഓപ്ഷണലാണ്. ഇത് പിന്നെ നമ്മൾ ഫോം കൊടുക്കാൻ നേരത്ത് നമ്മുടെ ഇതിൽ മാർക്ക് ചെയ്തിട്ടാണ് കൊടുക്കുന്നത്. കഴിഞ്ഞ തവണ സപ്ലിമെന്റിലാണ് വോട്ടുണ്ടായിരുന്നത്. ഇപ്രാവശ്യം പിന്നെ നമ്മൾ നോക്കാൻ പോയില്ല, കാരണം എന്തായാലും വരാൻ പറ്റില്ലെന്നുകൊണ്ട് നോക്കിയിട്ടില്ല. പട്ടിക ശുദ്ധീകരിക്കുന്നതിൽ എന്ത് തോന്നുന്നു? സന്തോഷമുള്ള, ജനാധിപത്യം സംരക്ഷിക്കാൻ വേണ്ടിയുള്ള കാര്യമല്ലേ, തീർച്ചയായിട്ടും നല്ല കാര്യമാണ്. സ്വാഗതം ചെയ്യുന്നു. ഇതിൽ ഫോറം പൂരിപ്പിക്കുന്നതിൽ സംശയങ്ങളൊന്നുമില്ല? സംശയം മലയാളത്തിലല്ലേ, പ്രത്യേകിച്ചുകൊണ്ട് പ്രശ്നമൊന്നുമില്ല. എപ്പോൾ വരും? നാളെ. അപ്പോൾ സാവധാനത്തിൽ ഫില്ല് ചെയ്ത് വെച്ചിരുന്നാൽ മതി. ഇത്തരത്തിൽ വീടുകളിലെത്തി അവരുടെ സംശയങ്ങളൊക്കെ പരിഹരിച്ചുകൊണ്ടാണ് BLOമാർ ഓരോ ഏരിയയിലും ഇതുമായി ബന്ധപ്പെട്ടുള്ള പ്രവർത്തനങ്ങൾ ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. എന്യൂമറേഷൻ ഫോറം ഒരാൾക്ക് 2 ഫോറമാണ് നൽകുന്നത്. ഇത്തരത്തിൽ പൂരിപ്പിച്ച് നൽകാനുള്ള അവസരം കൂടിയാണ് ലഭിക്കുന്നത്. ഇന്ന് ഫോറം വിതരണം ചെയ്യുന്നു, പിന്നീടെത്തി ഈ ഫോറം കൈപ്പറ്റുമെന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. 4-ാം തീയതി വരെയാണ് ഇത്തരത്തിലുള്ള വിവരശേഖരണ നടപടികൾ പുരോഗമിക്കുന്നത്.